ഓരോ ദുരന്തങ്ങളും പിണറായി വിജയനും കൂട്ടർക്കും പണമടിച്ചു മാറ്റാനുള്ള വഴി തെളിക്കുന്നതാണ് എന്ന് പലവരും പറഞ്ഞിട്ടും അതൊന്നും അത്രമേൽ വിശ്വാസത്തിലെടുത്തിരുന്നില്ല ഒരു വിഭാഗം ജനങ്ങൾ. എന്നാൽ ഇനിയിപ്പോൾ അവർക്കത് വിശ്വസിക്കാതെ തരമില്ല എന്നായിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ സർക്കാർ ചെലവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സാമാന്യ ബോധമുള്ള ഏതൊരാളെയും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചിലവായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. 359 മൃതദേഹങ്ങൾക്ക് 2,76,75,000 രൂപയാണ് അത്രയും ചിലവ്. അതായത് ഈ തുക എഴുതിയിരിക്കുന്ന മൊത്തം റൗണ്ടിലാണ് എന്ന് കൂടി നോക്കണം. ഇനിയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റ് കണക്കുകൾ. വാളണ്ടിയർമാർ, ട്രൂപ്പുകൾ, ഗതാഗതത്തിന് 4 കോടിയാണ്. എന്താ ചിലവല്ലേ! 4 കോടി രൂപയുടെ ഗതാഗതം നടത്തി എന്നാണ് കണക്കെഴുതി വച്ചിരിക്കുന്നത്. അടുത്ത നിങ്ങൾ ഞെട്ടരുത്, ടോർച്ച്, റെയിൻകോട്ട്, കുട, ബൂട്ട് ഇതിനെല്ലാം കൂടി 2,98,00,000 രൂപയാണ്. 2,98,00,000 രൂപയ്ക്കാണ് ടോർച്ചും റെയിൻകോട്ടും കുടയും ബൂട്ടും ഒക്കെ മേടിച്ചത്. ഇതെന്താ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് മേടിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഭക്ഷണം, വെള്ളം, 10 കോടി രൂപയുടെ ഭക്ഷണവും വെള്ളവുമാണ്. അപ്പോൾ ഇക്കണ്ട സന്നദ്ധ സംഘടനക്കാരെല്ലാം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അവിടെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തതിൻ്റെയും കൂടെ വില ഇവർ ഇതിനകത്ത് കൂട്ടിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൂട്ടിയാൽ പോലും ഈ 10 കോടി വരില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായി താമസം 15 കോടി. 15 കോടി രൂപയുണ്ടായിരുന്നെങ്കിൽ എത്ര വീട് വാങ്ങാമായിരുന്നു എന്ന് ഓർക്കുക. 10-15 ലക്ഷം രൂപയുടെ, അല്ലെങ്കിൽ പോട്ടെ 20 ലക്ഷം രൂപയുടെ എത്ര ചെറിയ വീട് മതി, എത്ര വീട് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റുമായിരുന്നു എന്ന് ഓർക്കുക. അപ്പോഴാണ് താമസം എന്ന് പറഞ്ഞുകൊണ്ട് 15 കോടി എഴുതിയെടുത്തിരിക്കുന്നത്. അടുത്തത് മെഡിക്കൽ സഹായം 2.2 കോടി രൂപ, അതായത് 2,20,00,000 എടുത്തിരിക്കുന്നത്. ഇനി ബെയിലി പാലം 1 കോടി രൂപ. നമ്മുടെയൊക്കെ അറിവിൽ ബെയിലി പാലം കേന്ദ്ര സർക്കാർ, അതായത് സൈന്യമാണത് പണിതത്. അതിൻ്റെ താഴെ കല്ല് പാകാൻ വേണ്ടിയാണ് അത്രേ ഈ 1 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്നതാണ് എന്ന് എന്താ പറയുക, ഒന്ന് ഓർത്ത് നോക്കുക. ഇത് UDF സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു ചെലവ് വരുന്നെങ്കിൽ LDF ഇതിനകം തന്നെ കേരളം കത്തിച്ചേനെ. പക്ഷേ LDF ഇത്ര വലിയ തീ വെട്ടിക്കൊള്ള നടത്തിയിട്ടും ഇവിടെ അനക്കമില്ല പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക്. MLA-മാരുള്ള പ്രതിപക്ഷക്കാരുണ്ട്, 40-41 MLA-മാരുള്ളതാണ്. പക്ഷേ ഒരൊറ്റ എണ്ണം മിണ്ടുന്നില്ല. കാര്യം മുൻകാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അവരതിൻ്റെ ഇരട്ടിയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും മീഡിയകളും ഇത്രയും സോഷ്യൽ മീഡിയകളും അത്രയും ആളുകളും കണ്ണ് തുറന്നിരുന്നിട്ട് പോലും ഇങ്ങനെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവർ നമ്മളെ എത്രമാത്രം പറ്റെ വെളുപ്പിച്ചിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞില്ല, അടുത്ത ദുരിതാശ്വാസ ക്യാമ്പ്, ഭക്ഷണം 8 കോടി. അടുത്തത് നിങ്ങൾ ഞെട്ടരുത്, ജനറേറ്റർ 7 കോടി രൂപ ചിലവ്. വാടകയാണ് കേട്ടോ ജനറേറ്ററിൻ്റെ. ഇത് ആ ജനറേറ്റർ എല്ലാം വിലയ്ക്ക് മേടിച്ചാൽ പോലും പിന്നെയും കാശ് മിച്ചമായിരുന്നു. എന്നിട്ടും എഴുതിയെടുത്തിരിക്കുന്നത് 7 കോടി രൂപയാണ് ജനറേറ്റർ വാടകയായിട്ട്. എത്ര ജനറേറ്റർ സ്വന്തമായിട്ട് വാങ്ങാമായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഇത് മുമ്പ് നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറഞ്ഞ സംഗതി നടത്തിയപ്പോൾ സുരേഷ് കൽമാടിയായിരുന്നു അന്ന് ഇത് സ്പോർട്സിൻ്റെ തലപ്പത്തിരുന്നത് ഇന്ത്യയിലെ. അന്നൊരു ഫ്രിഡ്ജ്, അതായത് ആ സമയത്ത് നല്ലൊരു ഫ്രിഡ്ജിന് 10-13,000 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ അന്നൊരു ഫ്രിഡ്ജിൻ്റെ വാടക ഇനത്തിൽ തന്നെ 20,000 രൂപയോളമാണ് എഴുതിയെടുത്ത് മാറ്റിയത്. അതായത് ഫ്രിഡ്ജ് സ്വന്തമായിട്ട് മേടിച്ചാൽ പോലും പിന്നെയും കാശ് മിച്ചമായിരുന്നു. പക്ഷേ അങ്ങനെ പോലും ചെയ്യാതെ ഫ്രിഡ്ജൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് കാശ് അടിച്ച് മാറ്റിയ പരിപാടിയാണ് ചെയ്തത്. ഏതാണ്ട് സമാനമായിട്ടുള്ള സംഗതി തന്നെയാണ് ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത്. വൈദ്യ സഹായത്തിന് ഒരു 8 കോടി വേറെയുണ്ട്. അപ്പോൾ മൊത്തം മെഡിക്കൽ സഹായം തന്നെ ഏതാണ്ട് 2 കൂടെ കൂട്ടി 10,20,00,000 രൂപ അതിൽ തന്നെ മാറ്റിയിരിക്കുന്നു. വസ്ത്രം 11 കോടി രൂപയുടെ വസ്ത്രങ്ങളാണ് അത്രയും വാങ്ങിയത്. അപ്പോൾ ഇത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും കാശായിട്ടും ഒക്കെ സഹായിച്ചിട്ട് കൂടി സർക്കാരിന് ഇത്രയേറെ ചിലവ് വന്നുവെങ്കിൽ ഇവർ ഓരോ ദുരന്തങ്ങൾ വരാൻ നേർച്ച നേറ്റ് കാത്തിരിക്കുമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതായത് ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുതേ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്യാപ്സൂൾ വിതരണം മാത്രമാണ്. സത്യത്തിൽ ഓരോ ദുരന്തങ്ങൾ വരാൻ വേണ്ടി ഇവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. എന്നാൽ മാത്രമേ അടിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്നിപ്പോൾ മനസ്സിലായില്ലേ? മുടിഞ്ഞു പണ്ടാറടങ്ങിപ്പോയ ഇവൻ്റെയൊക്കെ 10 തലമുറ ഗുണം പിടിക്കത്തില്ല എന്ന് മാത്രം ഇരുന്ന് ശപിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ. കാരണം നമ്മളൊക്കെ പ്രബുദ്ധരാണല്ലോ. നമ്മളൊക്കെ പ്രബുദ്ധരായതുകൊണ്ടാണ് ഇവർ നമ്മളെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് 3G ആക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനെപ്പറ്റിയൊക്കെ എന്ത് പറയാനാണ്?